ഫ്രണ്ട്സ്, ബൈബിളിൽ ചേർക്കാത്ത ദി ഫോർഗോട്ടൺ ബുക്സ് ഓഫ് ഈദന്റെ ആദ്യ ബുക്കായ ദി ബുക്ക് ഓഫ് ആദം ആൻഡ് ഈവിൽ അവരെ ദൈവം തോട്ടത്തിൽ നിന്നും പുറത്താക്കിയതിന് ശേഷമുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ ആദ്യ 16 അധ്യായം ഇതിനോടകം നിങ്ങൾ വായിച്ചു കാണുമല്ലോ. 17 അധ്യായങ്ങൾ മുതലുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അധ്യായം 17. ഗുഹയിൽ നിന്നും പുറത്തു കടന്ന ആദമും ഹവ്വയും ഏദൻ തോട്ടത്തെ ലക്ഷ്യമാക്കി നടന്നു. അവർ തോട്ടത്തോടടുക്കാറായപ്പോൾ പടിഞ്ഞാറൻ ഗേറ്റിന് മുൻപായി നേരത്തെ അതിൽ കൂടി കടന്നു വന്ന് സാത്താനായി മാറി അവരെ വഞ്ചിച്ച സർപ്പത്തെ അവർ വീണ്ടും കണ്ടു. ദൈവശാപത്താൽ രൂപാന്തരപ്പെട്ട അത് നെഞ്ചുകൊണ്ട് ഇഴഞ്ഞു നീങ്ങി പൊടി നക്കുന്ന ദയനീയമായ ആ കാഴ്ച അവർ കണ്ടു. എല്ലാ മൃഗങ്ങളിൽ വെച്ചും ഏറ്റവും ഉന്നതനായിരുന്ന സർപ്പം ഇപ്പോൾ ഏറ്റവും നികൃഷ്ടനായി തീർന്നിരിക്കുന്നു. വഴവഴപ്പായി തീർന്ന ശരീരം, നെഞ്ച് നിലത്തമർത്തി വയർ കൊണ്ട് ആയാസപ്പെട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ച വളരെ ദയനീയമായിരുന്നു. എല്ലാ മൃഗങ്ങളിലും വെച്ച് ഏറ്റവും സുന്ദരനായിരുന്ന സർപ്പം ഇപ്പോൾ അവരെ എല്ലാവരെയും കാൾ വിരൂപനായി തീർന്നിരിക്കുന്നു. മികച്ച ഭക്ഷണം കഴിച്ചിരുന്ന അവൻ ഇപ്പോൾ പൊടി തിന്നുന്നു. ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന അവൻ്റെ വാസം ഇപ്പോൾ പൊടിയിലാണ്. അതിസുന്ദരനായ അവൻ്റെ സൗന്ദര്യം ഇമവെട്ടാതെ നോക്കി നിന്നവർക്കിപ്പോൾ അവൻ്റെ രൂപം വെറുപ്പുളവാക്കുന്നതായി തീർന്നു. അതിമനോഹരമായ അവൻ്റെ വാസസ്ഥലത്തിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് മൃഗങ്ങൾ വരികയും അവർ കുടിച്ചിരുന്ന സ്ഥലത്തിൽ നിന്നും അവരും കുടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവശാപത്താൽ വിഷമായി തീർന്ന അവനിൽ നിന്നും മറ്റുള്ള മൃഗങ്ങൾ ഓടി ഒളിച്ചു. അവൻ കുടിച്ച വെള്ളം അവർ കുടിച്ചതുമില്ല. അധ്യായം 18. ആദമിനെയും ഹവ്വായെയും കണ്ട ശാപഗ്രസ്തനായ സർപ്പം തൻ്റെ തല വീർപ്പിച്ച് വാലിൽ നിന്നുകൊണ്ട് ചോര നിറമാർന്ന തൻ്റെ കണ്ണുകളോടെ ആദമിനെയും ഹവ്വായെയും നോക്കി. അത് കണ്ടവർ വല്ലാതെ ഭയപ്പെട്ടു. ഹവ്വയുടെ പുറകെ ഓടി അവളെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്ന സർപ്പത്തെ അടിക്കുവാൻ കമ്പൊന്നും കാണാതെ അതിനെ എങ്ങനെ കൊല്ലണമെന്നറിയാതെ ആദം കരഞ്ഞു. ഹൃദയത്തിൽ എരിയുന്ന തീയുമായി ആദം പുറകെ ഓടി സർപ്പത്തിന്റെ വാലിൽ പിടിച്ചു. അപ്പോൾ സർപ്പം തിരിഞ്ഞ ആദമിനോട്, ഏ ആദമേ, നീയും ഹവ്വയും കാരണമാണ് ഞാൻ വഴുവഴുപ്പനായതും വയർ കൊണ്ടിഴഞ്ഞു നടക്കുന്നതും. അതിനുശേഷം സർപ്പം തൻ്റെ മുഴുവൻ ശക്തിയോടുകൂടി അവരെ നിലത്തേക്ക് മറിച്ചിട്ടു. അവരുടെ മുകളിൽ കയറി അവരെ കൊല്ലുവാനായി ശക്തിയായി അമർത്തി. അപ്പോൾ ദൈവം അയച്ച ദൂതൻ അവിടെ എത്തി സർപ്പത്തിൽ നിന്നും വിടുവിച്ച് അവരെ എഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും അവിടെ എത്തിയ ദൈവപുത്രൻ അവനോട്, ഞാൻ നിന്നെ വഴുവഴുപ്പനും ഇഴഞ്ഞു നടക്കുന്നതിനും ആക്കിയെങ്കിലും നിന്റെ സംസാരശേഷി ഞാൻ എടുത്തു കളഞ്ഞിരുന്നില്ല. എന്നാൽ ഇനിമേൽ നീ ഊമയായിരിക്കും, നിന്റെ വംശം ഇനി സംസാരിക്കുകയില്ല. ആദ്യം നിന്നാൽ എൻ്റെ സൃഷ്ടികളുടെ നാശമുണ്ടായി, ഇപ്പോൾ നീ അവരെ കൊല്ലുവാനും ശ്രമിക്കുന്നു. അപ്പോൾ സർപ്പം മൂകനായി പിന്നെ ഒന്നും മിണ്ടിയില്ല. ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം സ്വർഗത്തിൽ നിന്നും വീശിയ ഒരു കാറ്റ് സർപ്പത്തെ അവരുടെ ഇടയിൽ നിന്നും പൊക്കിയെടുത്ത് കടൽ തീരത്തേക്ക് കൊണ്ടുപോയി അവിടെ അവനെ എറിയുകയും സർപ്പം ഇന്ത്യയിൽ എത്തിച്ചേരുകയും ചെയ്തു. അധ്യായം 19. ദൈവം മുൻപാകെ ആദമും ഹവ്വയും കരഞ്ഞു പറഞ്ഞത്, ലോർഡ്, വയലിലെ മൃഗങ്ങൾ എഴുന്നേറ്റ് എന്നെ വിഴുങ്ങുമെന്നും എൻ്റെ ജീവൻ ഭൂമിയിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്നും ഞാൻ ഗുഹയിലായിരിക്കുമ്പോൾ അങ്ങയോട് പറഞ്ഞതല്ലേ. അപ്പോൾ ആദം തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിനാൽ മനം നൊന്ത് അവൻ്റെ നെഞ്ചിലടിച്ച് ഒരു ശവം പോലെ ഭൂമിയിലേക്ക് വീണു. അവിടെ ദൈവപുത്രൻ എത്തുകയും അവൻ അവനെ ഉയർപ്പിച്ച് അവനോട് പറഞ്ഞു,
ഓ ആദമേ, ഈ മൃഗങ്ങളിൽ ഒന്നിനു പോലും നിന്നെ ഉപദ്രവിക്കുവാൻ കഴിയുകയില്ല. ഗുഹയിൽ വെച്ച് എല്ലാ മൃഗങ്ങളെയും ഞാൻ നിൻ മുൻപിൽ വരുത്തിയപ്പോൾ ഞാൻ സർപ്പത്തെ നിന്റെ അടുക്കൽ വരുവാൻ അനുവദിച്ചില്ല. കാരണം നിന്നെ കാണുമ്പോൾ അവൻ നിന്റെ നേരെ കുതിക്കും. അത് കാണുമ്പോൾ നീ വിറയ്ക്കും. ആ ഭയം നിന്റെ ഹൃദയത്തിൽ വേരൂന്നും. ആ ശപിക്കപ്പെട്ടവൻ ദുഷ്ടനാണെന്ന് എനിക്കറിയാമായിരുന്നു. അതിനാൽ മറ്റു മൃഗങ്ങളുമായി അതിനെ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ അനുവദിക്കില്ല. എന്നാൽ ഇപ്പോൾ നീ ഭയപ്പെടാതെ നിന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുക. ഞാൻ നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ അവസാനം വരെ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. അധ്യായം 20. അപ്പോൾ ആദം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, സർപ്പം വീണ്ടും ഞങ്ങളുടെ അടുത്ത് വരാതിരിക്കുവാനും ഞങ്ങളെ ആക്രമിക്കാതിരിക്കുവാനും ഞങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമേ. അവൻ്റെ ബീഭത്സവും ദുഷ്ടത നിറഞ്ഞതുമായ കണ്ണുകൾ അങ്ങയുടെ ദാസിയായ ഹൗവയെ കണ്ടെത്തും. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആക്രമിച്ച് അവളെ കൊല്ലാതിരിക്കുവാൻ വേണ്ടി ഇവിടെ നിന്നും ഞങ്ങളെ മാറ്റണമേ. അപ്പോൾ ദൈവം ആദമിനോടും ഹവ്വായോടും പറഞ്ഞു, നിങ്ങൾ ഇനിമേൽ ഭയപ്പെടേണ്ട. ഞാൻ അതിനെ നിങ്ങളുടെ അടുക്കൽ വരുവാൻ അനുവദിക്കുകയില്ല. ഞാൻ അതിനെ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഈ മലയിൽ നിന്ന് തന്നെ ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളെ ദ്രോഹിക്കുന്ന യാതൊന്നിനെയും ഞാനിവിടെ അവശേഷിപ്പിക്കുകയില്ല. അപ്പോൾ ആദമും ഹവ്വായും മരണത്തിൽ നിന്ന് തങ്ങളെ വിടുവിച്ചതിന് നന്ദി പറഞ്ഞും സ്തുതിച്ചും ദൈവത്തെ ആരാധിച്ചു. അധ്യായം 21. അതിനുശേഷം അവർ തോട്ടം ലക്ഷ്യമാക്കി അവരുടെ യാത്ര തുടർന്നു. സൂര്യരശ്മികൾ അവരുടെ മുഖത്തേക്ക് അടിച്ചപ്പോൾ തീജ്വാല പോലെ അവർക്കത് അനുഭവപ്പെടുകയും അവർ വിയർക്കുകയും ചെയ്തു. അപ്പോൾ അവർ കർത്താവിൻ്റെ മുമ്പാകെ കരഞ്ഞു. അവർ കരഞ്ഞ സ്ഥലം തോട്ടത്തിൻ്റെ പടിഞ്ഞാറേ കവാടത്തിന് അഭിമുഖമായി ഉണ്ടായിരുന്ന ഒരു ഉയർന്ന മലയുടെ സമീപത്തായിരുന്നു. അപ്പോൾ ആദം മലമുകളിലേക്ക് കയറി അവിടെ നിന്നും താഴേക്ക് ചാടി. അവൻ്റെ മുഖം കീറി തൊലി ഉരിഞ്ഞ മാംസം പുറത്തു വന്നു. അവനിൽ നിന്ന് ധാരാളം രക്തമൊഴുകി. രക്തം വാർന്നവൻ മരണത്തോടടുത്തു. മലമുകളിൽ നിന്നുകൊണ്ട് ഹൗവ ഇതൊക്കെയും കണ്ടു. കരഞ്ഞുകൊണ്ടവൾ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, ആദമില്ലാതെ എനിക്ക് തനിയെ ഒരു ജീവിതം വേണ്ട. എന്തെന്നാൽ അവൻ ചെയ്തതെല്ലാം എന്നിലൂടെയായിരുന്നു. എന്നും പറഞ്ഞുകൊണ്ട് ഹൗവയും ആദമിന് പുറകെ മലമുകളിൽ നിന്നും താഴേക്ക് ചാടി. കൂർത്ത കല്ലുകളിൽ തട്ടി ദേഹമാസകല മുറിവുകളുമായി മരിച്ചതുപോലെ അവൾ അവിടെ കിടന്നു. തൻ്റെ സൃഷ്ടികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കരുണാമയനായ ദൈവം മരിച്ചു കിടക്കുന്ന ആദമിനെയും ഹൗവയെയും കാണുകയും തൻ്റെ പുത്രനെ അയച്ച് അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ലോർഡ് ആദമിനോട് പറഞ്ഞു, ആദമേ, നീ നിന്റെ മേൽ സ്വയം വരുത്തി വെച്ച ഈ കഷ്ടതകളൊന്നും എൻ്റെ ഭരണത്തിനെതിരായി പ്രവർത്തിക്കില്ല. 5500 വർഷത്തെ ഉടമ്പടിയിൽ നിന്നും ഒരു മാറ്റവും വരുത്തുകയുമില്ല. അധ്യായം 22. അപ്പോൾ ആദം ദൈവത്തോട് പറഞ്ഞു, ഈ ചൂടിൽ ഞാൻ തളർന്നു പോകുകയാണ്. നടക്കുമ്പോൾ എനിക്ക് തല കറങ്ങുന്നു. എനിക്ക് ലോകൈക്യ ജീവിതം മടുത്തു. സ്വസ്ഥമായൊന്നിരിക്കുവാൻ എപ്പോഴാണ് അവിടുന്ന് എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോവുക? അതും എനിക്കറിയുവാൻ കഴിയുന്നില്ല. അപ്പോൾ ലോർഡ് അവനോട് അരുളി ചെയ്തു, ഓ ആദമേ, അതിപ്പോഴല്ല, നിന്റെ നാളുകൾ തീരുന്നത് വരെ അത് നീളും. അപ്പോൾ ഞാൻ നിന്നെ ഈ നിർദിഷ്ട ദേശത്തു നിന്നും പുറത്തു കൊണ്ടുവരും. ആദാം ദൈവത്തോട് പറഞ്ഞു, ഞാൻ തോട്ടത്തിലായിരുന്നപ്പോൾ
ചൂടും തളർച്ചയും ചലിക്കലും വിറയലും ഭയവും ഒന്നും തന്നെ ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ദേശത്ത് വന്നതു മുതൽ ഈ കഷ്ടത ഒക്കെയും എൻ്റെ മേൽ വന്നിരിക്കുന്നു. അപ്പോൾ ദൈവം ആദമിനോട് പറഞ്ഞു, നീ എൻ്റെ കൽപ്പന പാലിച്ചിരുന്നിടത്തോളം കാലം എൻ്റെ പ്രകാശവും എൻ്റെ കൃപയും നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കൽപ്പന നീ ലംഘിച്ചതിനാൽ ഇപ്പോൾ ഈ പ്രദേശത്ത് നിനക്ക് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും വന്നു ചേർന്നിരിക്കുന്നു. അത് കേട്ട് ആദം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഓ ലോർഡ്, ഇതിൻ്റെ പേരിൽ എന്നെ ഛേദിച്ച് കളയരുതേ. കഠിനമായ ബാധകളാൽ എന്നെ പീഡിപ്പിക്കരുതേ. എൻ്റെ പാപത്തിന് തക്കവണ്ണം എന്നോട് പകരം ചെയ്യരുതേ. ശത്രുവായ സാത്താൻ ഞങ്ങളെ ചതിച്ചപ്പോൾ ഞങ്ങൾ അങ്ങയുടെ കൽപ്പന ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ലംഘിച്ച് അങ്ങയെ ഉപേക്ഷിച്ചു. അങ്ങയെപ്പോലെ ദൈവമാകാൻ ഞങ്ങൾ ശ്രമിച്ചു. ദൈവം പിന്നെയും ആദമിനോട് അരുളി ചെയ്തു, നീ ഈ നാട്ടിൽ ഭയവും വിറയലും തളർച്ചയും കഷ്ടപ്പാടും സഹിക്കുകയും ചവിട്ടിയും നടന്നും ഈ പർവ്വതത്തിൽ കയറി മരിക്കുകയും ചെയ്യാൻ ഇതൊക്കെയും ഞാൻ സ്വയം എൻ്റെ മേൽ ഏറ്റെടുത്ത് നിന്നെ രക്ഷിക്കും. അധ്യായം 23. അത് കേട്ട് ആദം കൂടുതൽ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചത്, ദൈവമേ, ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങയുടെ മേൽ സ്വീകരിക്കുമ്പോളം എന്നോട് കരുണയായിരിക്കണമേ. എന്നാൽ ദൈവം അവരിൽ നിന്നും തൻ്റെ പുത്രനെ അങ്ങ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദമും ഹവ്വയും എഴുന്നേറ്റ് നിന്നു. ആദം ഹവ്വയോട് പറഞ്ഞു, നീ അരകെട്ടുക, ഞാനും അരമുറുക്കാം. ആദം അവളോട് പറഞ്ഞതുപോലെ അവൾ അരകെട്ടി. അപ്പോൾ ആദമും ഹവ്വായും കല്ലുകൾ എടുത്ത് ഒരു ബലിപീഠത്തിൻ്റെ ആകൃതിയിൽ സ്ഥാപിച്ചു. പൂന്തോട്ടത്തിന് പുറത്ത് മരങ്ങളിൽ നിന്ന് ഇലകൾ എടുത്തവർ പാറമേൽ വീണ അവർ ഒഴുക്കിയ രക്തം തുടച്ചെടുത്തു. മണലിൽ വീണ അവരുടെ രക്തം അവർ മണലും പൊടിയുമായി ചേർത്തെടുത്ത് അതും യാഗപീഠത്തിന്മേൽ ദൈവത്തിന് വഴിപാടായി അർപ്പിച്ചു. അപ്പോൾ ആദാമും ഹവ്വായും ബലിപീഠത്തിന് കീഴിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് അപേക്ഷിച്ചു, ഞങ്ങളുടെ തെറ്റും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ കരുണയുടെ കണ്ണുകൊണ്ട് ഞങ്ങളെ നോക്കേണമേ. തോട്ടത്തിൽ വെച്ച് ഞങ്ങളുടെ സ്തുതികളും സ്തോത്രങ്ങളും ഇടവിടാതെ അങ്ങയുടെ സന്നിധിയിൽ ഉയർന്നിരുന്നുവല്ലോ. എന്നാൽ ഞങ്ങൾ ഈ അപരിചിതമായ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങൾ ശുദ്ധമോ ഞങ്ങളുടെ പ്രാർത്ഥന നിർമ്മലമോ ആയിരുന്നില്ല. മനസ്സറിയുന്ന ഹൃദയങ്ങളോ മധുരചിന്തകളോ ഉപദേശങ്ങളോ ദീർഘമായ വിവേചനമോ നേരുള്ള വികാരങ്ങളോ ഒന്നും ഇല്ലാതായി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദ്യമുണ്ടായിരുന്ന സാദൃശ്യത്തിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ശരീരം മാറിയിരിക്കുന്നു. ശോഭയുണ്ടായിരുന്ന ഞങ്ങളുടെ പ്രകൃതം ഞങ്ങളെ വിട്ടുപോയിരിക്കുന്നു. എങ്കിലും ഇപ്പോൾ ഈ കല്ലുകളിൽ അർപ്പിക്കുന്ന ഞങ്ങളുടെ രക്തം ഒന്ന് നോക്കിക്കാണൂ. തോട്ടത്തിൽ വെച്ച് ഞങ്ങൾ ആദ്യം അങ്ങേക്ക് പാടിയിരുന്ന സ്തുതി പോലെ ഞങ്ങളുടെ കൈകളിൽ നിന്നത് സ്വീകരിച്ചാലോ. ആദാം ദൈവത്തോട് വീണ്ടും വീണ്ടും യാചിക്കുവാൻ തുടങ്ങി. അധ്യായം 24. അപ്പോൾ നല്ലവനും മനുഷ്യസ്നേഹിയും കരുണാമയനുമായ ദൈവം ആദമിനെയും ഹവ്വായെയും അവർ തനിക്ക് വഴിപാടായി കരുതിയിരുന്ന അവരുടെ രക്തത്തെയും നോക്കിക്കണ്ടു. തൻ്റെ ഒരു കൽപ്പനയും കൂടാതെ അങ്ങനെ ചെയ്യുവാൻ അവർ തുനിഞ്ഞതിൽ ആശ്ചര്യപ്പെട്ട ദൈവം അവരുടെ വഴിപാടുകളെ സ്വീകരിക്കുകയും ചെയ്തു. ദൈവം തൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു ഉജ്ജ്വലമായ തീ അയച്ച് അവരുടെ വഴിപാടുകൾ ദഹിപ്പിച്ചുകൊണ്ടായിരുന്നു അത്. അവരുടെ വഴിപാടിൻ്റെ മണം ആസ്വദിച്ച ദൈവം തൻ്റെ പുത്രനെ അവരുടെ അടുക്കിലേക്ക് അയച്ച് അവരോട് കരുണ കാണിച്ചു. അപ്പോൾ ദൈവപുത്രൻ ആദാമിന്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, ആദമേ, നീ നിന്റെ രക്തം ചൊരിഞ്ഞതുപോലെ
ഞാൻ നിന്റെ സന്തതിയുടെ മാംസമായി തീരുമ്പോൾ ഞാനും എൻ്റെ രക്തം ചൊരിയും. ആദമേ, നീ മരിച്ചതുപോലെ ഞാനും മരിക്കും. നീ ഒരു യാഗപീഠം പണിതതുപോലെ ഞാനും നിനക്ക് ഭൂമിയിൽ ഒരു യാഗപീഠം ഉണ്ടാക്കും. നീ നിന്റെ രക്തം അർപ്പിച്ചതുപോലെ ഞാനും എൻ്റെ രക്തം ഭൂമിയിലെ ഒരു യാഗപീഠത്തിന്മേൽ അർപ്പിക്കും. ആ രക്തത്തിലൂടെ നീ പാപമോചനത്തിനായി വ്യവഹാരം നടത്തിയതുപോലെ ഞാനും ലംഘനങ്ങളെ എല്ലാം പുറന്തള്ളിക്കൊണ്ട് എൻ്റെ രക്തം പാപമോചനത്തിനായി ചൊരിയും. ഇപ്പോൾ ഇതാ ആദമേ, നിന്റെ പഴിപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ നിന്നെ ബന്ധിച്ച ഉടമ്പടിയുടെ ദിവസങ്ങൾ ഇതിനാൽ നിറവേറ്റപ്പെടുന്നില്ല. അവ നിവൃത്തിയാകുമ്പോൾ ഞാൻ വീണ്ടും നിന്നെ ഈ തോട്ടത്തിലേക്ക് കൊണ്ടുവരും. ആകയാൽ ഇപ്പോൾ നീ നിന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുക. ദുഃഖം വരുമ്പോൾ എനിക്കൊരു വഴിപാട് അർപ്പിക്കുക. നിനക്ക് അനുകൂലമായി എന്നും ഞാൻ നിന്നോടൊപ്പമുണ്ട്. അധ്യായം 25. എന്നാൽ ആദമിന്റെ മനസ്സ് വായിച്ച ദൈവത്തിനൊരു കാര്യം മനസ്സിലായി. പലപ്പോഴും അവൻ സ്വയം ആത്മഹത്യ ചെയ്ത് ആ രക്തം ദൈവത്തിന് അർപ്പിക്കണം എന്ന ചിന്തയിലേക്ക് അവൻ പോകുന്നു എന്ന്. അതിനാൽ ദൈവം അവനോട് പറഞ്ഞു, ആദമേ, നീ പർവ്വതത്തിൽ വെച്ച് ചെയ്തതുപോലെ നിന്നെ തന്നെ കൊല്ലുവാൻ ഇനിയും ശ്രമിക്കരുത്. ആദം ദൈവത്തോട് പറഞ്ഞു, എന്നെ ഒറ്റയടിക്ക് നശിപ്പിക്കുവാൻ എനിക്ക് തോന്നിയിരുന്നു. അത് അങ്ങേ ധിക്കരിച്ച് പാപം ചെയ്തതിനാലും ആ മനോഹരമായ തോട്ടത്തിൽ നിന്നും പുറത്തു വരേണ്ടി വന്നതിനാലും എന്നിലുണ്ടായിരുന്ന അങ്ങയുടെ പ്രകാശം എടുത്തു കളഞ്ഞതിനാലുമായിരുന്നു. എന്നാലും നന്മ നിറഞ്ഞ ദൈവമേ, എന്നെ മുഴുവനായി ഛേദിച്ച് കളയരുതേ. ഞാൻ മരിക്കുമ്പോൾ എല്ലാം എന്നെ ജീവിപ്പിക്കുവാൻ കരുണ തോന്നണമേ. അതുവഴി ഒരുവനും നശിച്ചു പോകരുത് എന്നാഗ്രഹിക്കുന്ന ഒരുവന്റെയും വീഴ്ചയിൽ സന്തോഷിക്കാത്ത, ആരെയും ക്രൂരമായും മോശമായും എന്നേക്കുമായുള്ള നാശത്തിലേക്ക് തള്ളിവിടുന്നതുമായ ഒരു വിധി നടപ്പിലാക്കാത്ത കാരുണ്യവാനുമാണ് അങ്ങെന്ന് എല്ലാവരും തിരിച്ചറിയും. എന്നിട്ട് ആദം നിശബ്ദനായി. ദൈവപുത്രൻ അപ്പോൾ ആദമിനടുക്കലെത്തി അവനെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും അവനുമായി ഉടമ്പടി പ്രകാരം നിശ്ചയിച്ച ദിവസങ്ങളുടെ അവസാനത്തിൽ അവനെ രക്ഷിക്കുമെന്നവന് ഒരിക്കൽ കൂടി ഉറപ്പും നൽകി. അത് ആദാം ദൈവത്തിന് അർപ്പിക്കുന്ന ആദ്യത്തെ വഴിപാടായിരുന്നതിനാൽ അങ്ങനെ ചെയ്യുന്നത് അവന്റെ പതിവായി മാറി. പിന്നെ ആദം ഹവ്വായെയും കൂട്ടി അവരുടെ ഇപ്പോഴത്തെ വാസസ്ഥലമായ നിധിയുടെ ഗുഹയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. ഗുഹ കണ്ടപ്പോൾ തന്നെ ആദമിനും ഹവ്വയ്ക്കും അതികഠിനമായ സങ്കടം വന്നു. അപ്പോൾ ആദം ഹവ്വായോട് പറഞ്ഞു, നമ്മൾ മലയിലായിരുന്നപ്പോൾ ദൈവപുത്രൻ വന്ന് നമ്മോട് സംസാരിച്ചപ്പോൾ നമുക്ക് ആശ്വാസം കിട്ടി. കിഴക്കും നിന്നും വന്ന പ്രകാശത്താൽ നാം ശോഭിച്ചു. എന്നാൽ ഇപ്പോൾ ദൈവപുത്രൻ നമ്മിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. നമ്മുടെ മേൽ പ്രകാശിച്ച പ്രകാശം നമ്മിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന തരത്തിൽ മാറിയിരിക്കുന്നു. അന്ധകാരവും ദുഃഖവും നമ്മുടെ മേൽ വരട്ടെ. ജയിൽ പോലുള്ള ഈ ഗുഹയിൽ പ്രവേശിക്കുവാൻ നാം നിർബന്ധിതരാകുന്നു. അതിൽ ഇരുട്ട് നമ്മെ മൂടുന്നു. അങ്ങനെ നാം വേർപിരിയുന്നു. പരസ്പരം നിനക്കും എനിക്കും കാണാനാവില്ല. ആദാം ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ ദുഃഖത്താൽ അവർ കൈകൾ പരത്തി മുകളിലേക്ക് ഉയർത്തി ഉറക്കെ കരഞ്ഞു. അന്ധകാരം അവരുടെ മേൽ മടങ്ങി വരാതിരിക്കേണ്ടതിനായി സൂര്യനെ കൊണ്ടുവരുവാൻ അവർ ദൈവത്തോട് കേണപേക്ഷിച്ചു. പാറക്കെട്ടിനാൽ മറയപ്പെട്ട ആ ഗുഹയിലെ അന്ധകാരത്തിനേക്കാൾ അവർ മരണം ആഗ്രഹിച്ചു. നേരത്തെ വളരെ ക്ഷേമമായി ജീവിച്ചിരുന്ന ആദമും ഹവ്വായും ആ അന്യദേശത്ത് അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അതിനിടയിൽ അതീവ ദുഃഖിതരായിട്ടും വളരെ തീവ്രതയോടുകൂടി അവർ ചെയ്ത കാര്യങ്ങളും ദൈവം നോക്കി കണ്ടു.
അതുകൊണ്ട് ദൈവം അവരോട് കോപിക്കുകയോ അക്ഷമ കാണിക്കുകയോ ചെയ്തില്ല. ദീർഘകാല സഹനത്തോടെ തൻ്റെ സൃഷ്ടികളെ തൻ്റെ മക്കളെപ്പോലെ തന്നോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ ദൈവപുത്രൻ വന്ന് ആദമിനോട് പറഞ്ഞു, ആദാം, സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ എടുത്ത് നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നാൽ ദിവസങ്ങളും മണിക്കൂറുകളും വർഷങ്ങളും മാസങ്ങളും ഒന്നും സംഭവിക്കാതെ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന ഉടമ്പടി നിഷ്ഫലമാകും. ആയതിനാൽ നീ ആവശ്യപ്പെടുന്നത് ഒരിക്കലും ചെയ്തു തരുവാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ എന്നേക്കുമായി ഒരു പദ്ധതിയും അവശേഷിക്കാതെ ഒരു മഹാമാരിയിൽ അകപ്പെട്ടവനെ പോലെ നീ ഉഴലും. അതെ, എൻ്റെ ഉടമ്പടിയുടെ സമയവും ദിവസങ്ങളും പൂർത്തിയാകുന്നത് വരെ രാവും പകലും സഹിച്ചുകൊണ്ട് ദീർഘനാൾ ജീവിച്ചിരിക്കേണ്ടതിനായി നീ നിന്റെ മനസ്സിനെ ശാന്തമാക്കൂ. ആദമേ, നീ കഷ്ടപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാലാവധി കഴിയുമ്പോൾ ഞാൻ വന്ന് നിന്നെ രക്ഷിക്കും. നിനക്കുണ്ടായിരുന്ന തോട്ടത്തിലെ ജീവിത സൗകര്യങ്ങളും എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നും പുറന്തള്ളപ്പെട്ടു എന്നതും അവലോകനം ചെയ്യുമ്പോൾ ഞാൻ പൂർണ്ണ മനസ്സോട് നിങ്ങളോട് കരുണ കാണിക്കും. എന്നാൽ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഉടമ്പടി മാറ്റാൻ എനിക്കാവില്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തോട്ടത്തിലേക്ക് തിരികെ കൊണ്ടുവരുമായിരുന്നു. എന്നിരുന്നാലും ഉടമ്പടി പൂർത്തിയാകുമ്പോൾ ഞാൻ നിന്നോട് നിന്റെ സന്തതികളോടും കരുണ കാണിച്ച് നിന്നെ കൊണ്ടുവരും. ദുഃഖമോ കഷ്ടപ്പാടോ ഇല്ലാത്ത, എന്നാൽ ശാശ്വതമായ സന്തോഷവും ഉല്ലാസവും, ഒരിക്കലും പരാജയപ്പെടാത്ത വെളിച്ചവും, ഒരിക്കലും അവസാനിക്കാത്ത സ്തുതികളും നിറഞ്ഞ, ഒരിക്കലും നശിക്കാത്ത ആ മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് അതൊരിക്കലും നീ കൈവിടരുത്. ദൈവം പിന്നെയും ആദമിനോട് പറഞ്ഞു, ദീർഘക്ഷമയോടെ ഗുഹയിൽ പ്രവേശിക്കുക. നീ ഭയപ്പെട്ടിരുന്ന ഇരുട്ടിന്റെ ദൈർഘ്യം 12 മണിക്കൂർ മാത്രമായിരിക്കും. അത് അവസാനിക്കുമ്പോൾ വെളിച്ചം ഉദിക്കും. ദൈവത്തിൽ നിന്നുള്ള ഈ വാക്കുകൾ കേട്ടപ്പോൾ ആദമും ഹവ്വായും അവന്റെ മുമ്പാകെ ദൈവത്തെ ആരാധിച്ചു, അവരുടെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു. അതുപോലെ അവർ ഹൃദയവേദനയോടെ നിറകണ്ണുകളോടെ ഗുഹയിലേക്ക് മടങ്ങി. അവരുടെ ആത്മാവ് അവരുടെ ശരീരം വിട്ടു പോയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു. രാത്രിയുടെ ഇരുട്ട് അവരുടെ മേൽ വരുന്നത് വരെ ആദമും ഹവ്വായും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇരുട്ടിൽ ആദം ഹവ്വായിൽ നിന്നും അവൾ അവനിൽ നിന്നും മറഞ്ഞിരുന്നു. അവർ പ്രാർത്ഥനയിൽ മുഴുകി അവിടെ തന്നെ നിന്നു. എല്ലാ നന്മകളെയും വെറുക്കുന്ന സാത്താൻ ആദമും ഹവ്വയും പ്രാർത്ഥനയിൽ മുഴുകി കഴിയുന്നതും ദൈവം അവരോട് സംവാദിക്കുന്നതും അവരെ ആശ്വസിപ്പിക്കുന്നതും അവരുടെ വഴിപാട് സ്വീകരിച്ചതും കണ്ടപ്പോൾ സാത്താൻ തൻ്റെ മായാരൂപം കാട്ടി അവർക്ക് പ്രത്യക്ഷനായി. അവൻ അവൻ്റെ കൂട്ടാളികളോടൊപ്പം ചേർന്ന് അവൻ്റെ കളി തുടങ്ങി. അതീവ പ്രകാശം നൽകുന്ന മിന്നുന്ന ഒരു ലൈറ്റ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതിനാൽ ഗുഹയ്ക്കുള്ളിൽ കടക്കുവാൻ അവന് കഴിഞ്ഞില്ല. അതിനാൽ അവൻ അവൻ്റെ സിംഹാസനം ഗുഹാമുഖത്ത് വെച്ചു. അതീവ പ്രകാശത്താൽ ഗുഹ തിളങ്ങി. പ്രകാശം ആദാമിൻ്റെയും ഹവ്വയുടെയും അടുക്കൽ എത്തുന്നവരെ അവൻ പ്രകാശം ഗുഹയിലേക്ക് അടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കൂട്ടാളികൾ അവന് സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് അവിടെ അവനോടൊപ്പം ഉണ്ടായിരുന്നു. ആദാം വെളിച്ചം കാണുമ്പോൾ അതൊരു സ്വർഗീയ വെളിച്ചമാണെന്നും സാത്താന്റെ സൈന്യങ്ങൾ ദൂതന്മാരാണെന്നും ഉള്ളിൽ ചിന്തിക്കുവാൻ വേണ്ടിയാണ് സാത്താൻ ഇത് ചെയ്തത്. ഗുഹ കാക്കുവാനും ഇരുട്ടിൽ വെളിച്ചം തരുവാനുമായി ദൈവം അയച്ചതാണ് ഇവർ എന്ന് ആദാമും ഹവ്വായും കരുതുവാൻ വേണ്ടി. ആദമും ഹവ്വായും വെളിച്ചം കണ്ടപ്പോൾ അത് യഥാർത്ഥമാണെന്ന് കരുതി. അവർ തങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തിയെങ്കിലും അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദം ഹവ്വയോട് പറഞ്ഞു, ആ മഹനീയമായ പ്രകാശത്തെ നോക്കൂ, ആ സ്തുതിഗീതങ്ങളുടെ പാട്ടുകൾ കേൾക്കൂ. നമ്മുടെ അടുക്കൽ വരാതെ പുറത്തു നിൽക്കുന്ന ആതിഥേയരെ നോക്കൂ.
അവർ എന്താണ് പറയുന്നതെന്നോ എവിടെ നിന്നാണ് വരുന്നതെന്നോ ഈ വെളിച്ചത്തിന്റെ അർത്ഥം എന്തെന്നോ എന്താണ് ആ സ്തുതികൾ, എന്തിനാണ് അവരെ ഇങ്ങോട്ട് അയച്ചത്, ഒന്നുമേ മനസ്സിലാകുന്നില്ല. അവർ ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിൽ അവർ ഗുഹയിൽ നമ്മുടെ അടുക്കൽ വന്ന് അവരുടെ കാര്യം നമ്മോട് പറയുമായിരുന്നു. അപ്പോൾ ആദം എഴുന്നേറ്റ് തീക്ഷ്ണമായ ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ലോർഡ്, അങ്ങ് സൃഷ്ടിച്ച മാലാഖമാരിൽ പ്രകാശം നിറച്ച് അവരെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കാൻ അയച്ച അങ്ങല്ലാതെ മറ്റൊരു ദൈവം ഈ ലോകത്തുണ്ടോ? അങ്ങല്ലാതെ വേറെ ആരാണ് അവരുടെ കൂടെ വരിക? ഈ ഗുഹാമുഖത്തിൽ വലിയ വെളിച്ചത്തിൽ സ്തുതിഗീതങ്ങൾ ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സൈന്യത്തെ ഞങ്ങൾ കാണുന്നു. അവരെ അവിടുന്നല്ലാതെ വേറെ ദൈവമാണ് അയച്ചതെങ്കിൽ ഞങ്ങളോട് പറയൂ. അതല്ല, അങ്ങ് തന്നെയാണ് അയച്ചതെങ്കിൽ അതെന്തിനായിട്ടാണ് എന്ന് പറയൂ. ആദം ഇത് പറഞ്ഞ ഉടനെ ഗുഹയിൽ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട അവനോട് പറഞ്ഞു, ഓ ആദമേ, ഭയപ്പെടേണ്ട, ഇത് സാത്താനും അവന്റെ സൈന്യവുമാണ്. അവൻ നിങ്ങളെ ആദ്യം ചതിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കുവാൻ വീണ്ടും വന്നതാണ്. ആദ്യം സർപ്പത്തിൽ മറഞ്ഞിരുന്ന് നിങ്ങളുടെ അടുക്കൽ വന്നെങ്കിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് വെളിച്ചത്തിന്റെ മാലാഖയുടെ സാമ്യത്തിലാണ്. നിങ്ങൾ അവനെ ആരാധിച്ചതിനാൽ ദൈവസന്നിധിയിൽ തന്നെ നിങ്ങളെ ആകർഷിക്കുവാൻ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അതിനുശേഷം ആദാമിന്റെ അടുക്കൽ നിന്ന് പോയ ദൂതൻ ഗുഹയുടെ തുറന്ന സ്ഥലത്ത് വെച്ച് സാത്താനെ പിടികൂടി അവൻ ധരിച്ചിരുന്ന വ്യാജനെ ഉരിഞ്ഞു കളഞ്ഞു. ആദാമിന്റെയും ഹൗവയുടെയും അടുക്കൽ അവനെ അവന്റെ വിചിത്രമായ വൃത്തികെട്ട രൂപത്തിൽ കൊണ്ടുവന്നു. ആ ഭയങ്കര രൂപത്തിൽ അവനെ കണ്ട അവർ വല്ലാതെ ഭയന്നു. ദൂതൻ ആദമിനോട് പറഞ്ഞു, ദൈവം അവനെ സ്വർഗത്തിൽ നിന്നും വീഴ്ത്തിയത് മുതൽ അവന്റെ രൂപം ഇതാണ്. ഇതിനുള്ളിലേക്ക് അവന് കടക്കുവാൻ കഴിയുമായിരുന്നില്ല. അതിനാലാണ് അവൻ പ്രകാശദൂതന്റെ വേഷം അണിഞ്ഞത്. അതിനുശേഷം ദൂതൻ സാത്താനെയും അവന്റെ സൈന്യത്തെയും ആദാമിന്റെയും ഹവ്വയുടെ അടുക്കൽ നിന്ന് ഓടിച്ചിട്ട് അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളെ ശക്തീകരിക്കും. ഇങ്ങനെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദൂതൻ അവരെ വിട്ടുപോയി. എന്നാൽ ആദമിനും ഹവ്വായ്ക്കും ഒട്ടും തന്നെ ആശ്വാസം കിട്ടിയില്ല. അവർ അവരുടേതായ ചിന്തകളിൽ മുഴുകി അവിടെ തന്നെ നിന്നു. പ്രഭാത പ്രാർത്ഥനകൾക്ക് ശേഷം അവർക്ക് ആശ്വാസത്തിനായി വീണ്ടും അവർ ആ തോട്ടം തേടി യാത്ര തിരിച്ചു. അവരുടെ ഹൃദയം ആ തോട്ടത്തിലായിരുന്നതിനാൽ അവിടം വിട്ടു പോന്നതിൽ അവർക്കൊരു ആശ്വാസവും കിട്ടിയിരുന്നില്ല. എന്നാൽ അവർ തോട്ടത്തിലേക്ക് പോകുന്നത് കൗശലക്കാരനായ സാത്താൻ കണ്ടപ്പോൾ അവൻ തന്റെ സൈന്യത്തെ കൂട്ടി ആദാമിനെയും ഹൗവായെയും വഞ്ചിക്കുവാൻ ഉദ്ദേശിച്ച് ഒരു മേഘത്തിന്മേൽ അവൻ അവർക്ക് പ്രത്യക്ഷനായി. എന്നാൽ ഇവരെ ദർശനത്തിൽ കണ്ട ആദാമും ഹൗവായും അവരെ സമാശ്വസിപ്പിക്കുവാൻ ദൈവം അയച്ച ദൂതന്മാർ ആണവർ എന്ന് തെറ്റിദ്ധരിച്ചു. തോട്ടം വിട്ട് പുറത്തു പോകേണ്ടി വന്നതിനാൽ അവരെ ആശ്വസിപ്പിക്കുവാനോ അവരെ തിരികെ വീണ്ടും തോട്ടത്തിൽ പ്രവേശിപ്പിക്കുവാനോ വന്നവരാണ് എന്നാണ് അവർ കരുതിയത്. ആദം തന്റെ കൈകൾ ദൈവത്തിങ്കിലേക്ക് നീട്ടി അവ എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ അപേക്ഷിച്ചു. അപ്പോൾ എല്ലാ നന്മകളെയും വെറുക്കുന്ന സാത്താൻ ആദമിനോട് പറഞ്ഞു, ഓ ആദമേ, ഞാൻ മഹാനായ ദൈവത്തിന്റെ ദൂതനാണ്. എന്റെ ചുറ്റിലും നിൽക്കുന്ന സൈന്യങ്ങളെ നോക്കൂ. നിന്നെ വടക്കോട്ടുള്ള പൂന്തോട്ടത്തിന്റെ അതിർത്തിയിലേക്കും തെളിഞ്ഞ കടലിന്റെ തീരത്തേക്കും കൂട്ടിക്കൊണ്ടുപോയി അതിൽ നിന്നെയും ഹവ്വായെയും കുളിപ്പിച്ച് നിങ്ങളുടെ പഴയ സ്വരൂപത്തിലേക്ക് കൊണ്ടുവന്ന് തോട്ടത്തിലേക്ക് പ്രവേശനം തന്ന് നിങ്ങളുടെ പഴയ സന്തോഷം പുനഃസ്ഥാപിക്കുവാൻ ദൈവം ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. സാത്താന്റെ ഈ വാക്കുകൾ ആദമിന്റെയും ഹൗവയുടെയും ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. എന്നാൽ ദൈവം ആദമിന് വേഗം തന്നെ ഉത്തരം കൊടുക്കാതെ തന്റെ പുത്രനെ അതിൽ നിന്ന് തടയുകയും ചെയ്തു. അവന്റെ ശക്തി കാണാൻ കാത്തിരുന്നു. തോട്ടത്തിൽ വെച്ച് ഹവ്വയ്ക്കുണ്ടായ പരാജയം പോലെ
ആദം ഇതിൽ പരാജയപ്പെടുമോ അതോ വിജയിക്കുമോ എന്ന് കാണാൻ. അപ്പോൾ സാത്താൻ ആദമിനെയും ഹവ്വായെയും വിളിച്ചു. ഇതാ ഞങ്ങൾ ജലക്കടലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ആദമും ഹവ്വായും അവരെ പിന്തുടർന്നു. അവർ പൂന്തോട്ടത്തിന്റെ വടക്കുള്ള പർവ്വതത്തിലെത്തിയപ്പോൾ മുകളിലേക്ക് പടികളില്ലാത്ത വളരെ ഉയർന്ന ഒരു മല കണ്ടു. അപ്പോൾ സാത്താൻ അവരുടെ അടുത്തേക്ക് നീങ്ങി. ദർശനത്തിൽ കൂടിയല്ല, യഥാർത്ഥത്തിൽ തന്നെ അവരെ അതിൻ്റെ മുകളിൽ എത്തിച്ചു. അവൻ്റെ ഉദ്ദേശം അവരെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലുക, അങ്ങനെ മാനവരാശിയെ ഭൂലോകത്തിൽ നിന്നും തുടച്ചു നീക്കുക, അങ്ങനെ ഈ ലോകം അവനും അവൻ്റെ സൈന്യത്തിനും മാത്രം സ്വന്തമാക്കി തീർക്കുക എന്നതായിരുന്നു. വീഡിയോ നീണ്ടുപോകുന്നതിനാൽ ഇപ്പോൾ നിർത്തുകയാണ്. എന്തുകൊണ്ടാണ് മാലോകർക്ക് ഇത്ര ദുരിതങ്ങൾ എന്ന വീഡിയോസ് ഇതിനോടൊപ്പം വായിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ലിങ്ക് ഇതിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നു. അടുത്ത വീഡിയോ ഈനോക്കിൻ്റെ രണ്ടാമത്തെ പാരബിളിനെ കുറിച്ചാണ്. ഓൾഡ് റിലീജിയസ് ബുക്സ് വായിക്കുവാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.